അപ്പോൾ ഈ സെഷനിൽ സെക്കൻഡ് ലെവലിൽ ഞാൻ ഈ സൈക്കോളജി ഓഫ് കുണ്ടലിനി യോഗ എന്ന് പറയുന്ന ഓരോ ചക്രത്തിനെയും എങ്ങോട്ടാണ് ഇത് പിരിയുന്നത്, എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് സൈക്കോളജിക്കലായിട്ട് എന്നത് നമ്മൾ നോക്കിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ വർക്ക് പ്രാക്ടീസിനോടൊപ്പം ചെയ്യേണ്ടിയുണ്ട്. പ്രാക്ടീസൊക്കെ ചെയ്യാം, അതോടൊപ്പം തന്നെ ഈ എക്സ്പ്ലോറേഷനും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മയെ കുറ്റപ്പെടുത്തും, അച്ഛനെ കുറ്റപ്പെടുത്തും, മരിച്ചുപോയ അമ്മയും അച്ഛനെയും നമ്മൾ കുറ്റപ്പെടുത്തും, പിന്നെ നമ്മൾ ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തും. നമ്മൾ മാത്രം എപ്പോഴും ശരിയായിട്ടിരിക്കുകയും ചെയ്യും. ആ ശരിയായപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ഇത്തിരി ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ. വേറെ ഒന്നുമില്ല, ജോലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവയർനെസ് ഓണാക്കി വയ്ക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിവാശിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറില്ല എന്നാണ് അർത്ഥം. മാറാൻ പോസിബിലിറ്റി ഉണ്ടായിരിക്കെ മാറില്ല എന്ന് പിടിവാശി പിടിച്ച് ഞാൻ ഇങ്ങനെയാണെന്ന് കൺഫേം ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാവരും റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളായിട്ട് മാറും. അല്ലേ? അങ്ങനെ വരും. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചോളണം. മണിപ്പൂർ ചക്രത്തിൽ ഇത് പ്രധാനമാണ്. നമ്മൾ പ്രാക്ടീസ് അല്ല പ്രധാനം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ആളിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മുടെ ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാണ് ഈ മണിപ്പൂർ ചക്രത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളിലുള്ള ആ കൊച്ചു കുട്ടിയില്ലേ, ആ ഇൻഫൻ്റ് എന്ന് പറയും, ആ ഇന്നസെൻറ്റ് ഇൻഫൻറ്റിനെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക. ആ ഇൻഫൻറ്റിനെ സർവരാലും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫൻ്റായിരിക്കും. എല്ലാ കുട്ടിയെ കണ്ടാലും നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ, അതുപോലെ നമ്മുടെ അടുത്ത് എല്ലാവരും കാണിക്കും. അയ്യോ മോനെ, അപ്പോൾ ടോണൊക്കെ മാറുകയല്ലേ. മറ്റേ ചീത്ത വിളിച്ചുകൊണ്ട് നിന്നവനാണ് അയ്യോ എൻ്റെ ചക്കരേ എന്നൊക്കെ പറയുന്നത്. മറ്റേ അങ്ങോട്ട് തിരിഞ്ഞിട്ട് വലിയ ചീത്തയാണ് വിളിച്ചിരിക്കുന്നു, ചക്കരേ മുത്തേ. ഇത് തന്നെ. ഈ മുത്തിനെയും ചക്കരയെയും തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ മണിപൂര ചക്രത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്കെന്ന് പറയുന്നത്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ നമ്മൾ നല്ല കൊമ്പം മീശയൊക്കെ വെച്ച് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കാം. ഭൂമി നോക്കാതെ ആകാശം നോക്കി നടക്കണം കണ്ടിട്ടില്ലേ വലിയ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പോവുള്ളൂ. വയറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകും. ആകാശത്തോട്ടാണ് നോക്കിയിട്ടുണ്ടോ, ഇത് താഴെയൊന്നും ഒന്നും കാണാനില്ല, എല്ലാം ആകാശം കണ്ട് അങ്ങനെ ഭയങ്കര ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ പ്രൗഢിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഇങ്ങനെ കഴുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിനൊരു ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ ശ്വാസത്തിൻ്റെ കൺട്രോൾ ഇരിക്കുന്ന ഈ മെഡുലയിലുള്ള പാൺസ് എന്ന് പറഞ്ഞതില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഈ സ്ഥലം. ഇത് കൺസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടായും ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് ദിവസം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശ്വാസം അറിഞ്ഞ് വലിച്ചാലേ പറ്റത്തുള്ളൂ. ഇത് അകത്തോട്ട് കയറത്തില്ല. കാരണം ഇവിടെ അത് ഞെരുക്കി വെച്ചിരിക്കുക കൺട്രോൾ സെൻറ്റർ. അതുകൊണ്ടാണ് ഭൂമി നോക്കി നടക്കാൻ പറയല്ലോ, ഭൂമി നോക്കി നടാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ മണിപ്പൂര ചക്രത്തിൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത്. ആ പോയിൻ്റ് മനസ്സിൽ തന്നെ വെച്ചോളണം. ഈ ഹോമിൽ നമുക്ക് കംഫർട്ടില്ല. ആ ഹോമിൽ നമ്മൾ പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം ചലഞ്ചുണ്ടാകും. നമ്മുടെ തനതായ ഐഡിയോളജി നമ്മൾ എടുത്തിരിക്കുന്ന അനുഭവത്തിൻ്റെ ബേസിൽ ഉണ്ടാക്കിയ കാര്യത്തിനെ പോലും റീഇവാലുവേറ്റ് ചെയ്യുകയും എക്സാമിൻ ചെയ്യുകയും ചെയ്തിട്ട് അതിൽ നിന്ന് എപ്പോഴാണോ കൈയെടുക്കുന്നത് ആ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന കൊച്ചാണ്. അതാണ് ഈ അനാഹത ചക്രത്തിലോട്ട് കയറുമ്പോൾ ആ കുട്ടിയെ അങ്ങോട്ട് കയറും. അതുകൊണ്ടാണ് ലവ് ആൻഡ് കമ്പാഷൻ അനാഹത ചക്രത്തിൻ്റെ ബേസായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് കൊള്ളാമെന്നിട്ട് എല്ലാവരും വന്ന് ചക്കരയെന്ന് വിളിച്ചാൽ എന്തൊരു സുഖമാണ്. അയ്യോ, അങ്ങനെ ഒരു സ്ഥലമാണ്. പൊന്നെ മുത്തേ ചക്കരേ എന്നൊക്കെ വിളിക്കും. അതാണിത്. അപ്പം നിർത്താം. ഉച്ചയ്ക്ക് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഈ 3 ചക്രത്തിൻ്റെ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറേ മാത്രം പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ മറ്റ് ചക്രങ്ങളെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ എല്ലാം കൂടെ അരമണിക്കൂർ മതി പറയാനായിട്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കായി അതിനകത്തുള്ള നെഗറ്റീവ് ആസ്പെക്റ്റുകൾ വളരെ കുറവാണ് ഇനി അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാൽ അതിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പ്രാക്ടീസുകൾ ചെയ്യാനായിട്ട് നമുക്ക് സമയമെടുക്കും. എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ
ഈ പാനിക്കൊക്കെ ഉണ്ടല്ലോ, അതകത്തുനിന്ന് വരുന്നതാണ്. അതുകൊണ്ട് നമുക്കവിടെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം ഞാൻ ഈ പറയാവുന്നിടത്തോളം കാര്യങ്ങൾ പറയാം, പ്രാക്ടീസുകളും പറയാം. നിങ്ങൾ ചെയ്യാം, കുറേ പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാം, ഇപ്പോൾ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഞാനത് ഒരു ഷെഡ്യൂളും ഉണ്ടാക്കി തരാം. നിങ്ങൾ ഇത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല. നമ്മൾ അറ്റൻഡ് ചെയ്തു, സാറിൻ്റെ ക്ലാസ്സൊക്കെ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്ന് നമുക്കൊരു പുഷ് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് 2-3 ദിവസം എടുക്കും എനിക്ക്. അപ്പോൾ ഇത് തീരുന്നതിന് മുമ്പേ തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. ആ ഷെഡ്യൂൾ ഒരു ടേബിൾ പോലെ ഷെഡ്യൂൾ തരാം. ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ഇപ്പം ഇവിടെ ചെയ്യുന്നതല്ലാതെ വരുന്ന പ്രാക്ടീസുകൾ ഇതിൽ എസെൻഷ്യലായിട്ട് ആദ്യം ചെയ്യേണ്ടുന്ന പ്രാക്ടീസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അത് നമുക്കിവിടെ ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അടുത്ത് എടുക്കാൻ. ഇപ്പോൾ കിട്ടിയതുകൊണ്ട് എല്ലാം കൂടി ഇപ്പം നോക്കിക്കോ, കിട്ടിയതുകൊണ്ട് എല്ലാം കൂടി ഇപ്പം തന്നെ നോക്കിയാൽ സ്വർഗത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട് ഉപദ്രവം ഉണ്ടാവരുത്. അതുകൊണ്ട് അങ്ങനെ അത് ചെയ്തിട്ട് അത് നമുക്ക് പതുക്കെ മുന്നോട്ടങ്ങ് പോവാം. അപ്പോൾ ഇത് വർക്ക്ഷോപ്പ് തീരുന്നില്ല. നമുക്ക് ഈ 3 ദിവസം കഴിഞ്ഞ് 2 ദിവസം കൂടെ ഉണ്ടല്ലോ, ആ 2 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 3ാമത്തെ ലെവലിൽ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഏതായാലും ഖേജരി മുദ്രയൊക്കെ ഇപ്പോൾ ചെയ്യാം. ഖേജരി മുദ്രയാണ് ഈ കുണ്ടലിനി യോഗത്തിലെ ഏറ്റവും അതിൻ്റെ ബേസ് വർക്കെന്ന്, അതിൻ്റെ ഏറ്റവും എസെൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിനു വേണ്ടി ട്രൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയിട്ട് അത് പോവാം. ചിലരൊക്കെ ചെയ്യുന്നവർ കൂട്ടത്തിൽ ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനെ നമുക്ക് ഖേജരി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ചെയ്തിട്ടതൊക്കെ നോക്കണം. അപ്പോൾ ഏത് സന്ദർഭത്തിൽ ചെയ്യാം, ഏത് സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ല, എത്ര നേരം ചെയ്യാം എന്നുള്ളതൊക്കെ സ്പെസിഫിക്കായിട്ട് നമ്മൾ നോക്കിയിട്ട് സേഫായിട്ട് പോകാൻ നോക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് പിരിയുകയും പിന്നെ നമുക്ക് 3 മണിക്ക് നമുക്ക് തിരിച്ചു കൂടുകയും ചെയ്യാം. താങ്ക് യു.